നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. ക്രിമിനൽ പോലീസ് രാജ് എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണയെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി അനർഗള നിർഗളം ഗ്രാമപദ്ധതിക്ക് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ വാർഷിക സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ലജനത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ മുഹമ്മദ് പാലത്ത് ഉദ്ഘാടനം ചെയ്തു. തോട്ടപ്പള്ളിയിൽ നടത്തുന്ന കരിമണൽ ഖനനം സർക്കാരിന്റെ നിയമലംഘനമാണെന്ന ആക്ഷേപമുന്നയിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. SUCI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S.C. ലാൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ വാങ്ങി നൽകി. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത്. എച്ച് സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ക്രിമിനൽ പോലീസ് രാജ് എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണയെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംസ്ഥാനത്ത് ക്രിമിനൽ പോലീസ് രാജാണ് നടക്കുന്നതെന്ന ആക്ഷേപമുന്നയിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നേരത്തെ കളക്ടറേറ്റ് ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉദ്ഘാടനം ചെയ്തു. കുറിച്ച് നമുക്കറിയാം. പറങ്കിപ്പടയോട് പടവെട്ടിയ കുഞ്ഞാലി മരക്കാരുടെ പ്രദേശം, അതുപോലെ ആലി മുസ്ലിയാരുടെ പ്രദേശം, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ പ്രദേശം, ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിന്റെ വലിയ വിപ്ലവകരമായ 1921 മാപ്പിള കലാപമടക്കം അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വലിയ സമൂഹത്തെ ആക്ഷേപിക്കാൻ സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അത്തരമൊരു പരാമർശം നടത്തിയത്. ഇത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ചില്ലറയൊന്നുമല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. സംഘ് പരിവാറുകാരനും RSSകാരനും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നരേന്ദ്രമോദി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അമിത്ഷാ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ ഒരുപാട് ന്യൂനപക്ഷ സമൂഹം വിശ്വാസമർപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധിപൻ എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ആകമാനം വേദനിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം. യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം, ജില്ലാ ട്രഷറർ സാബു ഇലവമ്മൂട്ടിൽ, അഡ്വക്കേറ്റ് H ബഷീർകുട്ടി, അഡ്വക്കേറ്റ് AA റസാഖ്, അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ്, സഫീർ PDAക്കൽ, ഷിഹാബ് മൂസ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി അനർഗള നിർഗളം ഗ്രാമപദ്ധതിക്ക് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുറക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി അനർഗള നിർഗളം ഗ്രാമപദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിവിധ വാർഡുകളിലായി 16 തോടുകളാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 27.74 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15.76 ലക്ഷം രൂപയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് 59.4 ലക്ഷം രൂപയും ഉൾപ്പെടെ 1.3 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. വിവിധ തോടുകളിലായി 4.4 കിലോമീറ്ററോളം ചെളി നീക്കം ചെയ്തും 2 കിലോമീറ്റർ നീളത്തിൽ പോള നീക്കം ചെയ്തും 900 മീറ്റർ നീളം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്.
6, 10, 11, 13, 14, 16 വാർഡുകളിൽ പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തിയാക്കി. മറ്റു വാർഡുകളിലെ തോടുകളുടെ ശുചീകരണം ഈ വർഷം പൂർത്തിയാക്കും. അമ്പലപ്പുഴ MLA H. സലാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഗം 6-ാം വാർഡിൽ ഒരു ഭാഗം കൂടി, ചില ഭാഗം 6-ാം വാർഡിന്റെ ഭാഗം കൂടി വരും. പഞ്ചായത്തിലെ 18 വാർഡിൽ ഏതാണ്ട് 15 വാർഡുകളിലും ഈ പദ്ധതിയുടെ ഭാഗമായി തോടുകൾ പ്രധാനപ്പെട്ടത് ഏറ്റെടുത്ത് ശുചീകരിച്ച് പദ്ധതി നടപ്പാക്കപ്പെടുകയാണ്. ഇതിന്റെ ഒരു തുടർച്ചയായ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ സഹകരണം വളരെ പ്രധാനമാണ്. നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു ജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും പ്രാധാന്യം കൽപ്പിക്കില്ല. ഇപ്പൊ ജനങ്ങളുടെ അപേക്ഷകൾ ധാരാളം കിട്ടുന്ന ഒരാളാണ് ഞാൻ. അവരുടെ ചെല്ലുമ്പോൾ അപേക്ഷ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടു തരാറുണ്ട്, വീട്ടിൽ നേരിട്ട് വന്ന് തരാറുണ്ട്. പഞ്ചായത്തുകളിലേക്ക് ഒരുപാട് അപേക്ഷ കിട്ടാറുണ്ട്. കിട്ടുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ അപേക്ഷ കിട്ടുന്നത് പുന്തലച്ചിറ തോടിന് സമീപം ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ R. ഉണ്ണി, G. വേണുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ B. ശശികാന്തൻ, അമ്മിണി വിജയൻ, D. മനോജ്, E. ഫാസിൽ, CDS വൈസ് പ്രസിഡന്റ് മണിയമ്മ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആശാമോൾ, പഞ്ചായത്ത് സെക്രട്ടറി B. ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ വാർഷിക സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ലജ്നത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ മുഹമ്മദ് പാലത്ത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും മൈത്രി വെൽഫെയർ സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ വാർഷിക സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി. ആലപ്പുഴ സക്കറിയ ബസാറിന് സമീപം ലജ്നത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് പാലത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ആ ലോണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10% പലിശ കൊടുക്കണം. ഈ 10% പലിശ എന്ന് പറയുന്നത് 67 ലക്ഷത്തിന്റെ ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ നിങ്ങൾ സമ്പാദിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾക്കിടയിൽ പലിശ ഇനത്തിൽ നമ്മൾക്ക് തന്നെ ലാഭമുണ്ടാക്കുവാനുള്ള ഏറ്റവും പ്രാഥമികമായി, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മളെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു സംവിധാനമാണ് ഈ പലിശരഹിതമായ അയൽക്കൂട്ട സംവിധാനം എന്ന് പറയുന്നത്. ആലപ്പുഴ മൈത്രി വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരിയും ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റുമായ K. സിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം സെക്രട്ടറി MA സാഹിറ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം Y. ഇർഷാദ്, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ പ്രസിഡന്റ് ഷീബ സിയാദ്, ജലീൽ പുലയൻവഴി തുടങ്ങിയവർ സംസാരിച്ചു. മൈത്രി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് R. ഫൈസൽ, സെക്രട്ടറി TM സുബൈർ, ട്രഷറർ ഹഫ്സ ഷഹീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K. ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിക്ഷേപ വായ്പാ പദ്ധതിയിൽ മികച്ച പങ്കാളിത്തം വഹിച്ച അയൽക്കൂട്ടായ്മകൾ, വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ അയൽക്കൂട്ടായ്മാംഗങ്ങൾക്കും അവരുടെ മക്കൾക്കുമുള്ള ഉപഹാര വിതരണം ചടങ്ങിൽ നടത്തി. യോഗത്തെ തുടർന്ന് അയൽക്കൂട്ടായ്മാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. തോട്ടപ്പള്ളിയിൽ നടത്തുന്ന കരിമണൽ ഖനനം സർക്കാരിന്റെ നിയമലംഘനമാണെന്ന ആക്ഷേപമുന്നയിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. SUCI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സീതിലാൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വഞ്ചന 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 മാത്രം, വഞ്ചന 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 മാത്രം, അറുതിയില്ല വഞ്ചന മാത്രം, പോലീസ് ഭാഷയ്ക്കകപ്പടിയോട്. കരിമണൽ ഖനനം അവസാനിപ്പിക്കുക, തോട്ടപ്പള്ളിയിലെ സീ വാഷിംഗ് ഉടൻ നിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സീതിലാൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ
നിയമവിരുദ്ധമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എല്ലാ കാര്യങ്ങളും ഇപ്പൊ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം, അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ശ്രീ സുരേഷ് കുമാർ സാറും ഞാനും ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് തോട്ടപ്പള്ളി അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താൻ പാടുള്ളതല്ല. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് സർക്കാരിന്റെ അനുമതിയോടെയുള്ള നിയമലംഘനമാണെന്നും കേരള സർക്കാർ നിയമവിരുദ്ധമായാണ് കരിമണൽ ഖനനം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാടിനെ രക്ഷിക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നടത്തുന്ന നിയമവിരുദ്ധവും ആലപ്പുഴ ജില്ലയെ തന്നെ ഇല്ലാതാക്കുന്ന സീ വാഷിംഗ് ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മുരളി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ മാർച്ചിൽ കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ചെയർമാൻ S സുരേഷ് കുമാർ, SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R പാർത്ഥസാരഥി വർമ്മ, ജില്ലാ നേതാക്കളായ B ഭദ്രൻ, MA ബിന്ദു, KJ ഷീല, R അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. NK ശശികുമാർ, KP മനോഹരൻ, PR സതീശൻ, KR ഓമനക്കുട്ടൻ, NR അജയ്കുമാർ, TR രാജിമോൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ വാങ്ങി നൽകി. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത്. H സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ നൽകി. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് 1.27 ലക്ഷത്തോളം രൂപ ചെലവിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പാന്റും ടീഷർട്ടും അടങ്ങുന്ന യൂണിഫോമുകൾ നൽകിയത്. അമ്പലപ്പുഴ MLA H സലാം യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാഠപുസ്തകം തന്നെ തലേ വർഷം തന്നെ അടുത്ത വർഷത്തെ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് എത്തിക്കുന്ന നിലപാട് അക്കാഡമിക് പരമായ നിലവാരം ഉയർത്താൻ ദീർഘമായ ചർച്ചകളുടെയും പഠനത്തിന്റെയും ഭാഗമായി പാഠഭാഗങ്ങളുടെ പരിഷ്കരണം, അതിൽ ഈ വർഷം തന്നെ പകുതിയോളം ക്ലാസ്സിലെ പാഠങ്ങൾ പുസ്തകങ്ങൾ മാറ്റി അടുത്ത വർഷം ബാക്കിയുള്ളത് മാറ്റി. ഇങ്ങനെയെല്ലാം കാലോചിതമായി എങ്ങനെയെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളെയും നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെയും എങ്ങനെയെല്ലാം മികവുറ്റതാക്കാൻ പറ്റുമെന്നുള്ളത് നല്ല തരത്തിലേക്ക് ആലോചനയും പഠനങ്ങളും ഈ മേഖലയിലെ വൈദഗ്ധ്യമുള്ള ആളുകളുടെയും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കൗൺസിലർ സിമി ഷാഫി ഖാൻ അധ്യക്ഷയായി. ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ് പദ്ധതി വിശദീകരിച്ചു. ഭരണസമിതി അംഗങ്ങളായ S മുഹമ്മദ് റഫീഖ്, K ഇന്ദിര, T മനോജ്, J ജോളിക്കുട്ടൻ, S ബിനുരാജ്, മുൻ പ്രസിഡന്റുമാരായ TR റജി, അരുൺ കുമാർ, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, ബാങ്ക് സെക്രട്ടറി R ശ്രീകുമാർ, ഗീതാകുമാരി, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് H ഹസീന തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് KS ജാൻസി ബിയാട്രിസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും നഗരസഭയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. മാലിന്യം പൊതുനിരത്തുകളിൽ തള്ളുന്നത് ശക്തമായ നിയമ നടപടി വഴി തടയേണ്ടതുണ്ടെന്നും അതോടൊപ്പം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ട ബാധ്യത പൊതുസമൂഹത്തിനും സംവിധാനങ്ങൾക്കുമുണ്ടെന്നും കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ജനകീയ ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉപയോഗിക്കേണ്ടത് മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എങ്കിലും നമുക്ക് കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവും. ആ മാലിന്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. രാവിലത്തെ ഒരു മീറ്റിങ്ങിലും ഞാനും നമ്മുടെ കളക്ടറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു യോഗം ചേരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരാനാണ്. അപ്പോൾ യോഗം ചേരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം 25 അംഗങ്ങൾ യോഗം ചേരാനാണ്. അവിടെ വെച്ച ആ യോഗത്തിൽ ശ്രീ ശിവപ്രസാദ് ഞങ്ങളെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലപ്പുഴ നഗരസഭ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തോടെയാണ് തുടക്കമിട്ടത്. ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലാണ് STP നിർമ്മിച്ചിട്ടുള്ളത്.
ദ്രവമാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ പൊതുജനാരോഗ്യ നിയമവും ജലസംരക്ഷണ നിയമവും ഉപയോഗിക്കാമെന്ന് മന്ത്രി പ്രസാദ് പറഞ്ഞു. പിഴ ചുമത്തുന്നതിനേക്കാൾ ശക്തമായ നടപടികൾ ഈ നിയമങ്ങളിലൂടെ സാധിക്കും. എന്നാൽ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഇടം കണ്ടെത്തി നൽകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പി ചിത്തരഞ്ജൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR പ്രേം, നസീർ പുന്നക്കൽ, AS കവിത, R വിനീത, കൗൺസിലർമാരായ സൗമ്യ രാജ്, റീഗോ രാജു, നഗരസഭാ സെക്രട്ടറി AM മാത്യൂസ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു M നാലപ്പാട്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന് കലാകിരീടം ലഭിച്ചു. 191 പോയിന്റോടെയാണ് TD മെഡിക്കൽ കോളേജ് കലാകിരീടം നേടിയത്. H. സലാം MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് കലാകിരീടം ചൂടി. ആകെയുള്ള 90 ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 191 പോയിന്റ് നേടിയാണ് ഗവൺമെന്റ് TDMC കലാകിരീട പട്ടമണിഞ്ഞത്. 183 പോയിന്റ് നേടി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. TDMCയും തിരുവനന്തപുരവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേദികളിൽ കാഴ്ചവെച്ചത്. 164 പോയിന്റ് നേടി കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ അർജുൻ S. പത്മൻ 13 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. കലാതിലകമായി തിരുവനന്തപുരം SUT മെഡിക്കൽ കോളേജിലെ B. ശ്രദ്ധ 16 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. സർഗപ്രതിഭയായി തിരുവനന്തപുരം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ ദീപലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. ചിത്രപ്രതിഭയായി തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ P. അഖിലയും തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി നാദലയ വിന്യാസങ്ങളുടെയും നൃത്ത ചുവടുകളുടെയും ഇശലുകളുടെയും കേളികൊട്ടായിരുന്നു TDMC ക്യാമ്പസിലെ 10 വേദികളിലായി നിറഞ്ഞത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ മെഡിക്കൽ, ആയുർവേദ, ഹോമിയോ, ദന്തൽ, നഴ്സിംഗ് തുടങ്ങി 64 കലാലയങ്ങളിലെ 2000-ലധികം വിദ്യാർത്ഥികളാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യൂണിയന്റെ കലിക എന്ന പേരിൽ നടത്തിയ സൗത്ത് സോൺ യുവജനോത്സവത്തിൽ പങ്കാളികളായത്. സമാപന സമ്മേളനത്തിൽ H. സലാം MLA കലാകിരീടങ്ങൾ സമ്മാനിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് വിശേഷിച്ച് ഗ്രൂപ്പിനെല്ലാം വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് എന്ന് തന്നെയാണ് വിധികർത്താക്കളും പൊതുവെ ആ രീതിയിലാണ് പറഞ്ഞത്. നിശ്ചയമായി മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ കലോത്സവത്തിന് സംഘാടകരായിരുന്ന എല്ലാവരെയും ഏതെങ്കിലും നിലയ്ക്ക് അനിഷ്ടകരമായ യാതൊന്നുമില്ലാതെ പൂർത്തിയാക്കുവാൻ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിമിനൽ പോലീസ് രാജ് എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണയെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി അനർഗള നിർഗളം ഗ്രാമപദ്ധതിക്ക് തുടക്കം കുറിച്ചു. H. സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ വാർഷിക സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ലജനത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ മുഹമ്മദ് പാലത്ത് ഉദ്ഘാടനം ചെയ്തു. തോട്ടപ്പള്ളിയിൽ നടത്തുന്ന കരിമണൽ ഖനനം സർക്കാരിന്റെ നിയമലംഘനമാണെന്ന ആക്ഷേപമുന്നയിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. SUCI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സീതിലാൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ വാങ്ങി നൽകി. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത്. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.